ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. പൊന്നുവും മാന്ത്രിക നെല്ലിമരവും. ഒരിടത്ത് അപ്പു എന്നും പൊന്നു എന്നും പേരുള്ള രണ്ട് കൊച്ചു സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പുവിന് ചുരുണ്ട തവിട്ടു നിറത്തിലുള്ള മുടിയും വട്ടത്തിലുള്ള ചെറിയ തടി കന്നഡയും ഉണ്ടായിരുന്നു. അവൻ പച്ചയും വെള്ളയും വരകളുള്ള ഒരു ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. പൊന്നു ആകട്ടെ വളരെ ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് മഞ്ഞ റിബൺ കെട്ടിയ രണ്ട് മെടഞ്ഞ മുടിത്തുമ്പുകളും ചെറിയ വെള്ളപ്പൂക്കളുള്ള മഞ്ഞ നിറത്തിലുള്ള ഫ്രോക്കുമുണ്ടായിരുന്നു. ഒരവധിക്കാലത്ത് അവർ തങ്ങളുടെ മുത്തശ്ശിയുടെ പഴയ തറവാട്ടിലെത്തി. വീടിനു പിന്നിൽ വലിയൊരു പറമ്പുണ്ടായിരുന്നു. അവിടെ ആരും കാണാത്തൊരിടത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ നെല്ലിമരം അവർ കണ്ടു. ആ മരത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിന്റെ ഇലകൾ പച്ച മരതകം പോലെ തിളങ്ങുകയും നെല്ലിക്കകൾ സ്വർണ്ണമുത്തുകൾ പോലെ തിളങ്ങുകയും ചെയ്തു. അപ്പു, നോക്കൂ, ആ നെല്ലിക്കകൾക്ക് എന്തൊരു തിളക്കം! പൊന്നു അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു. അവർ മരത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ മരത്തിന്റെ ഒരു കൊമ്പിൽ സ്വർണ്ണ നിറത്തിലുള്ള വാലുള്ള ഒരു കുഞ്ഞൻ അണ്ണാനിരിക്കുന്നത് അവർ കണ്ടു. നിൽക്കൂ കുട്ടികളെ, അണ്ണാൻ സംസാരിക്കാൻ തുടങ്ങി. കുട്ടികൾ ഞെട്ടിപ്പോയി. ഈ നെല്ലിക്കകൾ മാന്ത്രികമാണ്. സ്നേഹമുള്ളവർക്ക് മാത്രമേ ഇതിന്റെ മാജിക് കാണാൻ കഴിയൂ, അണ്ണാൻ പറഞ്ഞു. പൊന്നു പതുക്കെ താഴെ വീണുകിടന്ന ഒരു നെല്ലിക്ക എടുത്തു കഴിച്ചു. ആദ്യം അതിന് ചെറിയൊരു പുളിപ്പും കയ്പും തോന്നി. പക്ഷെ വെള്ളം കുടിച്ചപ്പോൾ അത് തേൻ പോലെ മധുരിച്ചു. പെട്ടെന്നൊരത്ഭുതം സംഭവിച്ചു. പൊന്നുവിന്റെ ചുറ്റും ചെറിയ പൂമ്പാറ്റകൾ പാട്ടുപാടി പറക്കാൻ തുടങ്ങി. മരത്തിലെ ഇലകൾ പതുക്കെ കിലുങ്ങാൻ തുടങ്ങി. അപ്പോ ഒരു നെല്ലിക്ക കഴിച്ചപ്പോൾ അവന് പക്ഷികൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുറ്റത്തെ കിളികൾ ഒത്തുകൂടി അവരോട് വിശേഷങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് അയൽപ്പക്കത്തെ വികൃതിയായ ഒരു കുട്ടി ഓടിവന്നു. അവൻ കുറേ നെല്ലിക്കകൾ ബലമായി പറിച്ചെടുത്ത് ഒറ്റയ്ക്ക് കഴിക്കാൻ നോക്കി. പക്ഷെ ആ നെല്ലിക്കകൾ കല്ലുപോലെ കട്ടിയുള്ളതായി മാറി. അവനത് കഴിക്കാൻ കഴിഞ്ഞില്ല. പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാവർക്കും പങ്കുവെച്ചു നൽകാനുള്ളതാണ്. പൊന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന നെല്ലിക്കകൾ അവന് നൽകി. ഉടനെ അവ മധുരമുള്ളതായി മാറി. അന്നുമുതൽ ആ നെല്ലിമരം അപ്പുവിന്റെയും പൊന്നുവിന്റെയും രഹസ്യ കൂട്ടുകാരനായി. അവർ ദിവസവും അവിടെ വന്ന് പക്ഷികളോടും അണ്ണാനോടും വിശേഷങ്ങൾ പങ്കുവച്ചു. ആ മാന്ത്രിക മരം അവർക്ക് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും വലിയൊരു ലോകം തുറന്നുകൊടുത്തു. മുത്തശ്ശി പറഞ്ഞിരുന്നത് ശരിയായിരുന്നു. പ്രകൃതിയിലെ ഓരോ മരത്തിലും ഓരോ മാന്ത്രികത ഒളിഞ്ഞിരിപ്പുണ്ട്. ഗുണപാഠം: നമ്മുടെ പക്കലുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ സന്തോഷവും മാന്ത്രികതയും ഇരട്ടിയാകുന്നു. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.